മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ മേഖലയിലെ പുനർജീവന പ്രവർത്തനങ്ങൾ തുടർന്ന് സേവാഭാരതി. ആദ്യ നാളുകളിലെ സേവന പ്രവർത്തനങ്ങൾ ഇപ്പോൾ വിദ്യാഭ്യാസ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ദുരിതബാധിതരായ അവസാന വ്യക്തിയും അതിജീവിക്കും വരെ അവർക്കൊപ്പം സേവാഭാരതി ഉണ്ടാകുമെന്ന് സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി പറഞ്ഞു. വയനാട് ജില്ലയിലെ മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തത്തിന് ഉരുൾപൊട്ടൽ 190 ദിവസം പിന്നിടുകയാണ്. അതിൻ്റെ തുടക്കം മുതൽ ദുരന്തഭൂമിയിൽ സക്രിയമായി നിന്ന സംഘടനയാണ് സേവാഭാരതി. അവരവരുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യം വിശദീകരിക്കാൻ സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി ഉണ്ട്. വയനാട്ടിലെ ഈ ദുരിതം ആരംഭിച്ചിട്ട് താങ്കൾ പറഞ്ഞതുപോലെ 190ഓളം ദിവസമായി. അപ്പോൾ ആ സമയം മുതൽ തന്നെ സേവാഭാരതി ദുരന്തമുഖത്തുണ്ട്. അപ്പോൾ ആദ്യത്തെ സമയങ്ങളിൽ ഈ നമ്മുടെ അഗ്നിശമന സേനയുടെയും ആർമിയുടെയും കൂടെ നിന്ന് സേവാഭാരതിയുടെ പ്രവർത്തകർ ഈ ദുരിതബാധിതരുടെ പ്രദേശം സന്ദർശിക്കുകയും അവിടെ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുകയും ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ഏകദേശം 70ഓളം മൃതശരീരങ്ങൾ നമ്മൾ ക്രിമേറ്റ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ സമയം കഴിഞ്ഞ് ഇവരുടെ ഈ പുനരധിവാസ പ്രവർത്തനങ്ങളിലേക്കാണ് സേവാഭാരതിയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഏകദേശം 650ഓളം കുടുംബങ്ങൾ, ഈ ഏറ്റവും അഫക്റ്റഡ് ആയിട്ടുള്ള കുടുംബങ്ങളിൽ നമ്മുടെ സേവാമിത്രം എന്ന ആ പദ്ധതി അനുസരിച്ചിട്ട് നമ്മുടെ കൗൺസിലേഴ്സ് വിസിറ്റ് ചെയ്യുകയും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുകയും അതിനുള്ള പരിഹാരങ്ങൾ നൽകുകയും ഉണ്ടായി. അപ്പോൾ ഈ ഡേറ്റ എടുക്കുന്നത് ഇവർ നേരിട്ട് ചെന്ന് ഏറ്റവും ദുരിതം അനുഭവിച്ച കുടുംബങ്ങളെ കാണുകയും അവരുടെ വിദ്യാർത്ഥികൾ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കുന്നത് എന്നും അവർ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതും സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം കണ്ടുപിടിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ എടുത്ത ഡേറ്റ നമ്മൾ ഈ സഹായം പറഞ്ഞ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് ഈ സഹായം നമ്മൾ ചെയ്തു വരുന്നത്. 87ഓളം കുട്ടികളാണുള്ളത്. ഏത് പ്രായത്തിലുള്ള ആളുകളാണ് ഇവരുടെ ഈ 87 കുട്ടികളുടെയും പൂർണ്ണമായിട്ടുള്ള വിദ്യാഭ്യാസ ചെലവ് വഹിക്കാൻ നമുക്ക് സേവാഭാരതിക്ക് അല്ലെങ്കിൽ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയൊക്കെ എത്രത്തോളം വലിയ തുകകളാണ് ചെലവാകുക? പല കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ കുഞ്ഞുങ്ങൾ മുതൽ ഡിഗ്രി ഉപരിപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾ വരെയുണ്ട്. അപ്പോൾ അവരുടെ ഈ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ചെറിയ മാറ്റങ്ങൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാകാം. ഇപ്പോൾ ശാസ്ത്ര യൂണിവേഴ്സിറ്റി മൊത്തം അവർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഏകദേശം 1 കോടിയോളം രൂപയാണ് ഈ ദുരിതം അനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സ്കോളർഷിപ്പായും അല്ലാതെയും കൊടുക്കാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ ഗഡുവായ 50 ലക്ഷത്തോളം രൂപയാണ് ഇപ്പോൾ ശാസ്ത്ര യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അദ്ദേഹം നേരിട്ട് ഈ വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതായത് ഇതൊരു തുടക്കമാണ്, ഇതിനൊരു തുടർച്ച ഉണ്ടാവുന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായിട്ടും ഈ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ, അനേകം പ്രവർത്തനങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആദ്യ ഗഡു എന്നുള്ള നിലയിലാണ് ഈ 50 ലക്ഷം സേവാഭാരതി വഴി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത കുഞ്ഞുങ്ങൾക്ക് അവർ കൊടുക്കുന്നത്. സേവാഭാരതിയുടെ മറ്റനേകം പ്രവർത്തനങ്ങളും ഇവിടെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 4.5 ഏക്കറോളം സ്ഥലം സേവാഭാരതി കണ്ടെടുക്കുകയും അവിടെ ഈ പ്രളയവുമായിട്ട് ബന്ധപ്പെട്ട് റിസ്ക് ഇല്ലാത്ത സ്ഥലം തന്നെയാണത്. അപ്പോൾ അവിടെ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുക, ഗവൺമെൻറ്റിൻ്റെ ഒരു നയവും ബാക്കി കാര്യങ്ങളും ഇതുവരെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്ത് സഹായമാണ് ആർക്ക് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ക്ലിയറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇത് കൂടാതെ അവിടെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹാള്, പിന്നെ പ്രാർത്ഥന നടത്താനുള്ള സ്ഥലങ്ങൾ, അപ്പോൾ അത്തരത്തിലുള്ള അനേകം പദ്ധതികൾ സേവാഭാരതി ഈ സ്ഥലത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് തിരിച്ചു പിടിച്ചു കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും സേവാഭാരതി ചെയ്യും, അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ലക്ഷ്യം. ഈ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു മണ്ണിടിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട് ഇതുവരെ ഏറ്റവും ഭയാനകമായ, ഏറ്റവും ഭീതിജനകമായ ഒരു അന്തരീക്ഷമാണെന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന, ഏറ്റവും പിന്നോക്ക അവസ്ഥയിലുള്ള വ്യക്തിയും കരകയറ്റപ്പെടുന്നത് വരെ സേവാഭാരതിയുടെ പ്രവർത്തനം വയനാട് ജില്ലയിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിനായി തുടരുക തന്നെ ചെയ്യും. ദുരന്തമുഖത്ത് ആദ്യ ദിവസം സേവാഭാരതി ഉണ്ടായിരുന്നു. അതിലെ ഓരോ വ്യക്തിക്കും സംഭവിച്ചിട്ടുള്ള ദുരന്തത്തിന് അല്ലെങ്കിൽ അവർക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടത്തിന് അത് നേടിയെടുത്തു കൊടുക്കാൻ സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്തു കൊടുക്കുമെന്നാണ് സേവാഭാരതി പറയുന്നത്. അതായത് ദുരന്തത്തിൻ്റെ ആദ്യം സേവാഭാരതി ഉണ്ടായിരുന്നു, അവർ അതിജീവിച്ച് വരുന്ന അവസാന നിമിഷത്തിലും സേവാഭാരതി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ഡോക്ടർ രഞ്ജിത്ത് വിജയഹരി പറയുന്നത്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, വയനാട്.